1000 രൂപയ്ക്ക് ഹായ് ഗൈസ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അത് ഇവിടെയുള്ള FC റോഡിലാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് അവിടെ കുറച്ച് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. നമ്മൾ FC റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്, പക്ഷെ അത് അവിടെയും ഇവിടേക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കയറി എല്ലാ കടയിലും റേറ്റ് ചോദിക്കണം. കാരണം ഒരു കടയിലുള്ള റേറ്റ് അല്ല മറ്റേ കടയിലുള്ള. ഫുൾ കടയിലും തെങ്ങി തിരിഞ്ഞ് റേറ്റൊക്കെ ചോദിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ FC റോഡ് ഫുള്ളും നോക്കി അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്ത് അത് പെയറാക്കി അതിനുള്ള ആക്സസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അതെ, എപ്പോഴെങ്കിലും ഒരിക്കൽ പോയി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ പൂനെയിലുള്ള FC റോഡിൽ പോയിട്ട് വലിയൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഐ ഫൗണ്ട് സം അമേസിംഗ് തിങ്സ് ലൈക്ക് ക്യൂട്ട് ഡ്രസ് ആൻഡ് ബാഗ് ആൻഡ് സ്റ്റൈലിഷ് ആക്സസറീസ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് അവിടെ കിട്ടി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളിങ്ങനെ ഒരു സ്ട്രീറ്റ് പോലെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഒരു സ്ട്രീറ്റ് പോലെ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട കടകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബാർഗൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക്, അതായത് അവിടെ 900-1000 പറയുന്ന സാധനങ്ങൾ നമ്മുടെ കഴിവ് ഫുൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു 400 രൂപയ്ക്ക് വരെ സാധനം കിട്ടും. അത്രയ്ക്ക് നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല, പക്ഷെ എങ്കിലും എനിക്ക് കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് ഞാനും കൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ടുഡേ ഐ എം ഗോയിങ് ടു ഗിവ് എ ഫുൾ റിവ്യൂ ഓഫ് എവറിത്തിങ് ഐ ബോട്ട്. അതിന്റെ ക്വാളിറ്റി, ലുക്ക്, അതിന്റെ പ്രൈസ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ പോകുമ്പോൾ 1000 രൂപയ്ക്ക് ഉള്ളൊരു ചലഞ്ച് ആയിട്ടാണ് പോയത്. 1000 രൂപയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങും എന്നുള്ള, എനിക്ക് വേണ്ട ഡ്രസ്സും ആക്സസറീസും ബാഗും കാര്യങ്ങളും ചവലൊക്കെ ഞാൻ 1000 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളൊരു ചലഞ്ച് ആയിട്ടാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഗോവയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അപ്പം നമ്മൾ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഗോവയിൽ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗും കൂടിയാണ്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ടീഷർട്ട് ആണ്. സെയിം മെറ്റീരിയൽ ഉള്ള ടീഷർട്ട് ഞാൻ വാങ്ങിച്ചത് 400-നാണ്. പക്ഷെ ഈ ടീഷർട്ട് ഞാൻ വാങ്ങിച്ചത് 250-ക്കാണ്. പെർഫെക്റ്റ് ഫോർ എ കാഷ്വൽ ഡേ ഔട്ട്, റൈറ്റ്? വാട്ട് ഡു യു തിങ്ക്? ഈ ഒരു കളർ എനിക്ക് ആക്ച്വലി ഇല്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഈ കളർ ഞാൻ കുറെ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന കളറാണ്. അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ റേറ്റ് ശരിക്കും അവരും ഈ ഒരു റേറ്റ് പറഞ്ഞു, ഇതിനുള്ള റേറ്റ് പറഞ്ഞത് 450 ആണ്. പക്ഷെ ഞങ്ങൾ ബാർഗൈൻ ചെയ്ത് 250 ആക്കിയാണ് ഈ സാധനം എടുത്തത്. ഈ ഒരു സ്കേർട്ടും ഞാൻ എൻ്റെ അടുത്ത് ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ക്രോപ്പ് ടോപ്പിന് മാച്ച് ആക്കിയിട്ട് വാങ്ങിയ സ്കേർട്ടാണിത്.
പിന്നെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 300 രൂപയ്ക്കാണ് 300 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് കിട്ടിയത്. ഞാൻ 750 or 800 ഈ പാന്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടോപ്പിനും അതുപോലെ തന്നെ 400 അറൗണ്ടാണ് അവർ ഈ ഒരു ടോപ്പിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളിത് ബാർഗെയിനിങ് ചെയ്ത് വാങ്ങിയത് ഇത് രണ്ടും കൂടി 650ക്കാണ് ഇത് രണ്ടും കൂടെ വാങ്ങിയത്. ആ ഒരു പ്രൈസിന് ഇത് രണ്ടും ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അൺഫോർച്ചുനേറ്റ്ലി ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഈ ഒരു സ്കേർട്ടും ഈ സ്കേർട്ടിന് വേറെ എൻ്റെ അടുത്ത് ടോപ്പ് ഉണ്ട്. സോ ഈ സ്കേർട്ടിന് 300 ആണ് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. 300. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതൊരു ഐ തിങ്ക് എനിക്ക് സ്കേർട്ട് വേണമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ കടയിൽ നോക്കി, പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഫിറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കേർട്ടും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത സ്കേർട്ടാണിത്. ഇങ്ങനെ വാങ്ങണം എന്നുള്ളൊരു സാധനമായിരുന്നു ഇത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഈ ബാഗ് ഞാൻ വാങ്ങിയത് 250ക്കാണ്. അവർ റേറ്റ് ഒരു 350 ആയിരുന്നു പറഞ്ഞത്. ബട്ട് എൻ്റെ കഴിവ് വെച്ച് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് 250. I love this bag so much. ക്വാളിറ്റി കാണുന്ന ഒരു ഇതിൽ ഓക്കെ ആണ്. പിന്നെ 250ക്കാണെങ്കിൽ എനിക്ക് ഈ ചപ്പൽ കിട്ടിയത്. 500-ന് 2 ചപ്പല് മീൻസ് അങ്ങനെയായിരുന്നു അവിടെ ഓഫർ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ചപ്പലെടുത്തു. എൻ്റെ കൂടെയുള്ള ആള് വേറെ ചപ്പലെടുത്തു. സോ അതുകൊണ്ട് വെറും 100 രൂപ മാത്രമാണ് ഈ ഒരു സെറ്റിനുള്ളത്. ഇതിൽ ഏകദേശം 12 പെയർ ഉണ്ട്. സോ ഇതിനൊരു 100 രൂപ എന്ന് പറയുന്നത് വേർത്താണ്. ഇനിയിപ്പം ഇത് ഇട്ടിട്ട് എത്രത്തോളം നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഇതിൽ എനിക്കിത് വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൊള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് വെയിറ്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു 100 രൂപയ്ക്ക് എന്ന് പറയുന്നത് നല്ല വേർത്താണിത്. ആക്ച്വലി ഈ ഒരു ലെങ്ത് ആണ് എനിക്കിഷ്ടം. ഞാൻ എങ്ങനെ മാല വാങ്ങിയാലും കുറച്ച് ലെങ്ത് അധികം വരും. അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിനാണ് എപ്പം മാല വാങ്ങിയാലും ഞാൻ ആക്കാറ്. ഓക്കെ, കുറച്ചിങ്ങനെ എലഗന്റ് ആയിട്ടുള്ള സംഭവത്തിന് എനിക്കിങ്ങനെ സിമ്പിൾ ഡ്രസ്, സിമ്പിൾ ഓർണമെന്റ്സ്. ഞാനൊരു കൗതുകത്തിന് പുറത്ത് വാങ്ങിയ മാലയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഞാൻ വാങ്ങിയൊരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളൊരു മാലയാണ് ഈ ഒരു മാല. ഓക്കെ ഓക്കെ, ഇത് വേണമെങ്കിൽ അഴിക്കാം. എനിക്ക് കുറച്ച് വലുതാണ്. ബട്ട് ഓക്കെ, വലുതാണെങ്കിലും എനിക്ക് അഴിഞ്ഞു പോയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. ഇതാണ് എൻ്റെ സ്പെക്സ്. ഇത് അവിടുന്ന് അവര് ഈ ഒരു സ്പെക്സിന് 300 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ബാർഗനിങ് ചെയ്ത് 2 എണ്ണം വാങ്ങി. 2 എണ്ണം കൂടെ ഞങ്ങൾ 280ക്കാണ് വാങ്ങിയത്. 280ക്ക് നമ്മൾ 2 സ്പെക്സ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇതും. ആക്ച്വലി ഈ സ്പെക്സ് ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് പലതും തോന്നും. ഇതെന്റെ സ്പെക്സ് അല്ല. ഒന്ന് ഈ സ്പെക്സ്, ഒന്ന് ആ സ്പെക്സ് ആണ് വാങ്ങിയത്. രണ്ടും ഞങ്ങൾ 280ക്കാണ് വാങ്ങിയത്. ഓക്കെ, സ്പെക്സിനാണെങ്കിലും നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഓപ്പൺ ചെയ്യാനുള്ളൂ. ഇതിന്റെ ഒരു പ്രൈസും ഇതിന്റെ ഒരു മോഡലും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. സോ ഇഫ് യു വാണ്ട് ടു സീ ദിസ് സ്പെഷ്യൽ ഡ്രസ്, ഡോണ്ട് മിസ് മൈ ഗോവ സീരീസ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ് എന്താണ്, ഈ ഡ്രസ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാകും. ആൻഡ് ഞാൻ ഇതിന്റെ പ്രൈസും ആ ഒരു ടൈമിൽ പറയുന്നതാണ്. Comment which one was your favorite item, and don't forget like, share, subscribe. Okay, bye.